2025 അവസാന നാളുകളിലുണ്ടായ മതവിദ്വേഷ ആക്രമണങ്ങളുടെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ക്രൈസ്തവർക്കെതിരെയുണ്ടായ ആക്രമണങ്ങളുടെയും വാർത്ത നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കായിക ലോകത്തും സമാന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബോളിവുഡ് താരവും IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമയുമായ ഷാറൂഖ് ഖാനെതിരെ നടക്കുന്ന BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഷാറൂഖ് ഖാൻ ഉടമയായിട്ടുള്ള IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ബംഗ്ലാദേശ് താരമായ മുസ്തഫിസുർ റഹ്മാനെ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ ആ പ്രതിഷേധത്തിന് കാരണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ഷാറൂഖ് കണ്ടില്ലെന്ന് നടിക്കുന്നെന്നും നടൻ ചതിയനുമെന്നാണ് BJP നേതാവ് സംഗീത് സോം ആരോപിക്കുന്നത്. 9.20 കോടി രൂപയ്ക്ക് വാശിയേറിയ ലേലത്തിനൊടുവിലാണ് KKR താരത്തെ സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ താരത്തെ IPLൽ കളിപ്പിക്കില്ലെന്ന മുന്നറിയിപ്പുമായി BJPയും ശിവസേനയും രംഗത്ത് വന്നു. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളായി രൂപം മാറിയ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് താരത്തെ IPLൽ കളിപ്പിക്കില്ലെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യ പ്രഖ്യാപനമുണ്ടായത്. BCCIയെയും BJPയെയും പ്രതിക്കൂട്ടിൽ നിർത്തി കോൺഗ്രസും രംഗത്തെത്തി. കൊൽക്കത്ത ടീം ഉടമയായ ഷാറൂഖ് ഖാനെ BJP നേതാവ് രാജ്യദ്രോഹി എന്ന് വിളിച്ചതും വിവാദങ്ങളുണ്ടാക്കി. കാര്യങ്ങൾ വഷളായതോടെ താരത്തെ IPLൽ കളിപ്പിക്കരുതെന്ന് BCCIയും അറിയിച്ചു. മുസ്തഫിസൂറിന് പകരം മറ്റൊരു താരത്തെ വാങ്ങാൻ ടീമിന് അനുമതിയും നൽകും. ധാക്ക ഉൾപ്പെടെയുള്ള തെരുവുകളിൽ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങൾ നിറഞ്ഞതോടെ നയതന്ത്ര ഉഭയകക്ഷി ബന്ധവും വഷളായി. ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധവുമായി ഡൽഹിയിലെ ബംഗ്ലാദേശ് എംബസികളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ബംഗ്ലാദേശ് താരത്തിന്റെ IPL സാന്നിധ്യം വിവാദങ്ങളിൽ നിറഞ്ഞത്. ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മളുടെ മിത്രങ്ങളല്ല. ഇരു രാജ്യത്തെയും താരങ്ങൾക്ക് IPLൽ കളിക്കാൻ അനുവാദം നൽകില്ല. രാജ്യത്തിന്റെ വികാരം ഷാറൂഖ് മാനിക്കണം. ഇതായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആനന്ദ് ദൂബെയുടെ പ്രതികരണം. എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധങ്ങളിൽ വിള്ളൽ വീണ സാഹചര്യത്തിലും ബംഗ്ലാദേശ് താരങ്ങളെ IPL താരലേലത്തിൽ ഉൾപ്പെടുത്തിയതിൽ BCCIയും ICC തലവൻ ജയ്ഷായുമാണ് ഉത്തരം പറയേണ്ടതെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. കായിക ലോകത്തേക്ക് രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്നതിനെതിരെ വിമർശനമുയർത്തുകയാണ് ഇപ്പോൾ ആരാധകരും.